പ്രൈസ് ദി ലോർഡ്. കേൾക്കാമെങ്കിൽ ഹല്ലേലൂയ ഒന്ന് പറയണേ. ഇതിൻ്റെ എന്തോ ചില സാങ്കേതിക തടസ്സങ്ങളാണ് ഇത് കാണിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് കേൾക്കാമോ? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നല്ല വൈകിയ വേളയ്ക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഫേസ്ബുക്ക് ലൈവിലെ പ്രാർത്ഥനാധനയോടുള്ള ബന്ധത്തിൽ ദൈവവചനമായി നിൽപ്പാൻ ദൈവം ഇടയാക്കി തന്ന ഈ വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇതിന് ഈ അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ബെൻസൺ പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ 2019 മുതൽ പ്രാർത്ഥനാധനയുള്ള ബന്ധത്തിൽ അതിൻ്റെ പ്രെയർ കോർഡിനേറ്ററായിട്ടും പ്രെയർ മിഷൻ കോർഡിനേറ്ററായിട്ടും വർക്ക് ചെയ്യുവാനായി കർത്താവ് സഹായിച്ചു. വളരെ അനുഗ്രഹമായ രീതിയിൽ കഴിഞ്ഞ നാളുകളിലൊക്കെയും ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥനാധനയിൽ പ്രവർത്തിപ്പാനും കർത്താവ് സഹായിച്ചു. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. ഇപ്പോൾ ഇന്ന് സന്ധ്യാസമയത്ത് നമുക്ക് ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ആവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലൈവിൽ എന്തൊക്കെയോ ചില വിഷയങ്ങൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ഏറ്റവും ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, ഇന്ന് നാം കടന്നു പോകുന്ന കാലഘട്ടം പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ വലിയ വില കൊടുക്കേണ്ട ഹല്ലേലൂയ സമയമാണ്. അതല്ല എങ്കിൽ നമുക്ക് പലപ്പോഴും നമുക്ക് ഹല്ലേലൂയ നിൽക്കുവാൻ കഴിയത്തില്ല, പിടിച്ചു നിൽപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, അതുപോലെ പ്രതിസന്ധികളാണ് നമ്മുടെ മുമ്പിലൊക്കെയും കാണുന്നത്. ഹല്ലേലൂയ, അതുകൊണ്ട് ദൈവജനത്തിൻ്റെ പ്രാർത്ഥന വലിയ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ ആവശ്യമായിരിക്കുന്ന ഒരു കാലയളവാണിത്. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവജനം പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് ഹല്ലേലൂയ അപേക്ഷിക്കുകയാണ്. പ്രാർത്ഥന ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ ഇടയിൽ നിന്ന് മന്ത്രവാദികൾ പോലും ഹല്ലേലൂയ സ്ഥലം ഒഴിവാക്കി അവർ പോകുന്നുണ്ട്. കാര്യം അവരുടെ മന്ത്രം പോലും ഫലിക്കുന്നില്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവർ അവിടെ വിടുന്നത്. അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം, ദൈവപ്രവർത്തി ഹല്ലേലൂയ, സ്തോത്രം ഓരോ ഇടങ്ങളിൽ നടക്കുന്നു. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം പ്രധാനമായ കാരണം ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഏറ്റവും വലിയ ഒരു വിഷയമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവജനത്തിൻ്റെ പ്രാർത്ഥന, ഹല്ലേലൂയ, സ്തോത്രം. ഇത്ര ഭയങ്കരനായ ഒരു ദൈവത്തെയാണ് നാം വിളിക്കുന്നുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം, അവർക്ക് പോലും മനസ്സിലാകുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 19:20 പറയുന്നത് ഹല്ലേലൂയ, സ്തോത്രം, പർവ്വതങ്ങൾ പോയുന്നതും ഇടിമുഴക്കവും മിന്നലും കണ്ടപ്പോൾ ജനം ദൂരെ വിറച്ചും കൊണ്ട് മാറി നിന്നു. അവൻ മോശയോട് പറഞ്ഞു, നീ ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങൾ കേട്ടുകൊള്ളാം. ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ഈ ദൈവം ഞങ്ങളോട് സംസാരിക്കരുത് എന്നവർ പറഞ്ഞു. അപ്പോൾ പ്രിയ ദൈവജനമേ, ഈ മഹാദൈവം തൻ്റെ പുത്രനിൽ കൂടെ ഒരുക്കി തന്ന ആ വലിയ രക്ഷയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്ത് ചെല്ലുവാനും ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, അവൻ നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്ന ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നാം ഹല്ലേലൂയ പ്രാർത്ഥന എന്നുള്ളത് ഹല്ലേലൂയ സ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ അത് ഏറ്റവും വലിയ ഒരു ഹല്ലേലൂയ ആയുധമാണ്. ഹല്ലേലൂയ, ശത്രുവിൻ്റെ നേരെ. ഹല്ലേലൂയ, സ്തോത്രം. നാം ദൈവത്തിൻ്റെ ആലയം, നമ്മിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നമുക്ക് ഹല്ലേലൂയ, സ്തോത്രം, ഇവിടെ ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും വേണ്ട പോലെ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയും. എന്നാൽ നമ്മൾക്ക് ഹല്ലേലൂയ നമ്മൾക്കുള്ള ആ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മളതിനു വേണ്ടി കർത്താവിന് വേണ്ടി ഹല്ലേലൂയ കർത്താവിനെ വിളിപ്പാനും ഹല്ലേലൂയ ദൈവത്തെ അന്വേഷിപ്പാനും കൂടുതൽ സമയം നമ്മൾ എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ധാരാളം ഉണ്ട്, ഇഷ്ടം പോലെ നമുക്കുണ്ട്. വേറെ പിന്നെന്തിൻ്റെ കുറവാണ് എന്നുള്ളതാണ്. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, നോർത്ത് ഇന്ത്യയിലെ സംബന്ധിച്ചോ പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം, വിവിധ സ്ഥലങ്ങൾ ഹല്ലേലൂയ മണിപ്പൂർ ഉൾപ്പെടെ സുവിശേഷ വിരോധികൾ, അക്രമികൾ പല പീഡനത്തിനിരയായി ദൈവനാമത്തിന് വേണ്ടി കഷ്ടമനുഭവിക്കുന്ന ഹല്ലേലൂയ, സ്തോത്രം, ദൈവജനം ഹല്ലേലൂയ, സ്തോത്രം, മരിക്കാൻ ഏൽപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാലും കർത്താവിന് വേണ്ടി നിൽക്കുന്നവർ, അവർക്ക് വേണ്ടി നാം ഈ നാളുകളിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വലിയ ഹല്ലേലൂയ നമ്മളിലുള്ള ഒരു വലിയ ദൗത്യം. ഇപ്രകാരം ഹല്ലേലൂയ, സ്തോത്രം, നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ സമയങ്ങളെ ചിലവഴിക്കുമ്പോൾ ഹല്ലേലൂയ ഈ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനാധ്വനിയുടെ പ്രസക്തിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം,
ഹാലലിയ. കർത്താവിൻ്റെ ദാസൻ ഹാലലിയ പാറ്റ്നാവിനിയുടെ ഇന്റർനാഷണൽ ഡയറക്ടറായിരിക്കുന്ന പ്രിയ ബെൻസൺ ദാനിയൽ പാസ്റ്ററെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലലിയ സ്തോത്രം. കർത്താവിൻ്റെ ദാസന് ഹാലലിയ 2004 കർത്താവ് കൊടുത്ത ദർശനപ്രകാരം ഹാലലിയ സ്തോത്രം താൻ അവർ 50 പേരടങ്ങുന്ന ഒരു ചെറിയ സംഘമായി അവർ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിച്ചു. എന്നാൽ ചില നാളുകൾക്ക് ശേഷം അതിനെ ഹാലലിയ സ്തോത്രം ഗവൺമെന്റ് അത് പബ്ലിഷ് ചെയ്യുവാനുള്ള അംഗീകാരമൊക്കെ കൊടുത്തു. ഹാലലിയ സ്തോത്രം. അങ്ങനെ ഹാലലിയ സ്തോത്രം ഇന്ത്യ ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് അതിനുള്ള അംഗീകാരം വരെ കൊടുത്തു. ഹാലലിയ സ്തോത്രം. അങ്ങനെ ഇപ്പോഴെ 16 രാജ്യങ്ങളിലായി ഹാലലിയ സ്തോത്രം വളരെ ശക്തമായ രീതിയിൽ പ്രാർത്ഥനാധ്വനിയുടെ ചാപ്റ്ററുകളെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹാലലിയ സ്തോത്രം. ഹാലലിയ അതിലെ ഹാലലിയ 10,000-15,000-ലധികം അംഗങ്ങൾ അതിൽ നിരന്തരമായി പ്രാർത്ഥനയിൽ കർത്താവിനെ ഹാലലിയ സ്തോത്രം പ്രാർത്ഥനയിൽ ഹാലലിയ സമയം കഴിക്കുന്നു. ഹാലലിയ സ്തോത്രം. തനിക്ക് ലഭിച്ച വിഷനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഹാലലിയ സ്തോത്രം തന്റെ സഹധർമ്മിണി ഹാലലിയ സ്തോത്രം ദൈവദാസിയും കുഞ്ഞുങ്ങളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലലിയ സ്തോത്രം. ദൈവദാസിയും ഹാലലിയ സ്തോത്രം ഹാലലിയ ലേഡീസിന്റെ ഹാലലിയ സ്തോത്രം അവരുടെ പ്രത്യേക കൂട്ടായ്മകളും ഹാലലിയ കൂടിവരവുകളും ഒക്കെ അത് ലീഡ് ചെയ്യുകയും ഹാലലിയ രാജ്യാന്തരങ്ങളായി ഹാലലിയ തന്റെയും പ്രവർത്തനങ്ങളൊക്കെയും ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ഹാലലിയ അതോർത്തി ഞാൻ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്. ഹാലലിയ സ്തോത്രം. കർത്താസിയും കുഞ്ഞുങ്ങളെയും എല്ലാം ഓർത്ത് ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലലിയ അനേക രാജ്യങ്ങളിൽ ഹാലലിയ സ്തോത്രം ഹാലലിയ പ്രാർത്ഥനാ ധ്വനി ഹാലലിയ സ്തോത്രം ഇതൊരു ബ്രെയിൻ ഷെയറായി ഹാലലിയ പോകുന്നതുള്ളതുകൊണ്ട് ഹാലലിയ സ്തോത്രം ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ ഹാലലിയ സ്തോത്രം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹാലലിയ പ്രാർത്ഥന ഹാലലിയ സ്തോത്രം അതിന് വലിയ വിലയുണ്ട്. ഹാലലിയ വലിയ വിഷയങ്ങളെ ചലിപ്പിക്കുവാനായി കഴിയും. ഹാലലിയ സ്തോത്രം. അങ്ങനെ ഹാലലിയ ഈ ഒരു പ്രാർത്ഥന ഹാലലിയ സ്തോത്രം അനേകർക്ക് ആശ്വാസമായിരിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്നവർക്ക് തകർന്നിരിക്കുന്നവർക്ക് ഹാലലിയ സ്തോത്രം ഹാലലിയ ദൈവവചനം തന്നെ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാവുന്നു, അവ എല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്ന പറയുന്നത്. തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹാലലിയ ഹൃദയത്തെ നിരസിക്കാത്ത ഒരു കർത്താവാണ് ഹാലലിയ സ്തോത്രം. ആയതിനാൽ ഹാലലിയ സ്തോത്രം ഇന്ന് പകൽക്കാലം ഹാലലിയ നമ്മൾ കഴിഞ്ഞ ഈ ഒരു മാസം മുഴുവനായി ഓരോ ആഴ്ചകളിലും ഹാലലിയ സ്തോത്രം ഹാലലിയ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഹാലലിയ സ്തോത്രം ഗോഡ്സ് പ്രൊവിഡൻസ് ഹാലലിയ സ്തോത്രം ദൈവത്തിന്റെ കരുതൽ എന്നുള്ളതാണ്. ഹാലലിയ സ്തോത്രം. എനിക്ക് മുമ്പായിട്ട് ഹാലലിയ പലരും ഹാലലിയ ഈ ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് സംസാരിച്ചു. അനേക ദൈവദാസന്മാരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഹാലലിയ ദൈവവചനം സംസാരിച്ചു. ദൈവവചനത്തിൽ നിന്ന് വിവിധ ഇടങ്ങളിൽ നിന്ന് അതിന്റെ റെഫറൻസ് ഒക്കെ എടുത്ത് സംസാരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഹാലലിയ സ്തോത്രം. ഞാൻ വിചാരിക്കുകയായിരുന്നു ഇനി അതിന്റെ ഭാഗമായിട്ട് ഞാൻ എന്താണ് സംസാരിക്കേണ്ടതെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവം വിവിധ അളവിലാണല്ലോ ഓരോരുത്തർക്കും ദൈവം ഓരോ വിഷയം കൊടുക്കുന്നത്. ഹാലലിയ സ്തോത്രം. എന്നെ ഏൽപ്പിച്ച ഹാലലിയ സ്തോത്രം ഹാലലിയ ദൈവവചനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച കാര്യങ്ങൾ ഹാലലിയ സ്തോത്രം ഞാൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഹാലലിയ സ്തോത്രം ഹാലലിയ ഇവിടെ ഹാലലിയ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹാലലിയ ദൈവജനത്തിന്റെ പ്രാർത്ഥന ഏറ്റവും ഹാലലിയ വിലപ്പെട്ടതാണ്. പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഹാലലിയ സ്തോത്രം. ഹാലലിയ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഹാലലിയ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഹാലലിയ ഇവിടെ ഹാലലിയ ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ഹാലലിയ സ്തോത്രം. അതായത് നിങ്ങളെന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവം ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. നമുക്ക് ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാമല്ലോ. ഹാലലിയ സ്തോത്രം. ജോസഫ് കണ്ട ഒരു സ്വപ്നമാണ് ഹാലലിയ സ്തോത്രം. ജോസഫ് കണ്ട തന്റെ സ്വപ്നം ഹാലലിയ അതെ അതിന്റെ പൂർത്തീകരണമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഹാലലിയ സ്തോത്രം. യാക്കോബ് കനാനിൽ പാർക്കുന്ന കാലത്തെ യാക്കോബിന്റെ മക്കളിലെ റാഹേലിൽ ഉള്ളതാണല്ലോ യോസഫ്. യോസഫിന് ഒരു ദിവസം ജോസഫ് ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ കുമ്പിടുന്നതായിട്ട്. ഇത് യാക്കോബ് തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചുവെങ്കിലും ഹാലലിയ തന്റെ സഹോദരന്മാരെ തന്നെ പായിക്കുവാനായിട്ട് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം യാക്കോബ് ഹാലലിയ ഇതൊന്നും അറിയാതെ തന്നെ യോസഫിന്റെ കൈവശം കുറെ ആഹാരമൊക്കെ കൊടുത്ത് സഹോദരങ്ങൾ പോയിരിക്കുന്ന മരുഭൂമിയിലേക്ക് അവരുടെ കൈവശം കൊടുത്തയച്ചു. ഇത് സഹോദരങ്ങൾ കൊണ്ട് കൊടുത്ത് അവരുടെ ക്ഷേമം അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ജോസഫ് ദൂരെ നിന്ന് വരുന്ന കണ്ടപ്പോഴേ തന്റെ സഹോദരങ്ങൾ ഹാലലിയ അതാണ്ട് സ്വപ്നക്കാരൻ വരുന്നത് നമുക്ക് ഇവനെ
ഇല്ലാതാക്കണം. ദൈവജനമേ, നമുക്കിതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ അല്പം ഇവിടെ പ്രസ്താവിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ യോസഫിനെ കണ്ടപ്പോഴേ അവർ തന്നെ ഇല്ലാതാക്കുവാനുള്ള പദ്ധതികൾ കൂടി ആലോചിച്ചു. എന്നാൽ രൂപൻ അതിന് സമ്മതിച്ചില്ല. രൂപൻ പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, സഹോദരനാണ്, നമ്മുടെ രക്തത്തിൽ രക്തമാണ്, അവൻ്റെ രക്തം ചൊരിയിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവരവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. എന്നാൽ അതിനുശേഷം മിസ്രൈമ്യ വ്യാപാരികൾ അതിലെ വന്നപ്പോൾ അവർ തൻ്റെ 20 വെള്ളിക്കാശിന് ഫറവോൻ്റെ 20 വെള്ളിക്കാശിന് മിസ്രൈമ്യർക്ക് വിറ്റു. അവിടുന്ന് താനെ, ഹല്ലേലൂയ, സ്തോത്രം, ഫറവോൻ്റെ അകമ്പടി നായകനായ പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ പോകേണ്ട വന്നു. എന്നാൽ പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ വെച്ച് താൻ ചെയ്യാത്ത തെറ്റിനെ തന്നെ, ഹല്ലേലൂയ, അവരെ കാരാഗൃഹത്തിൽ അടച്ചു. എന്നാൽ അവിടെ പറയുന്നുണ്ട്, താൻ കാരാഗൃഹത്തിലായിരിക്കുമ്പോഴും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നുള്ളത്. ഒരു ദൈവവേദലെ, ഹല്ലേലൂയ, നാം, ഹല്ലേലൂയ, കടന്നു പോകുന്ന വഴിയിൽ നമുക്ക് ചിലപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, നാളെ എന്ത് സംഭവിക്കും, എന്ത്, ഹല്ലേലൂയ, നേരിടും, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോഴും, ലോകപരമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലും മറുവശത്തെ, ഹല്ലേലൂയ, സ്തോത്രം, നീ ഒരു ദൈവവൈതലാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നതും ദൈവം നിനക്ക് വേണ്ടി കരുതുന്നതുമായ വഴികളെ നിനക്ക് കാണുവാനായി പറ്റും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, തന്നോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ താൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ഫറവോന്റെ 2 ഉദ്യോഗസ്ഥന്മാർ, ഹല്ലേലൂയ, സ്തോത്രം, ഫറവോന്റെ 2 ഉദ്യോഗസ്ഥന്മാർ വന്ന് അതിൽ കിടപ്പുണ്ട്. അവർ ഒരു ദിവസം 2 പേരും വെവ്വേറെ അർത്ഥമുള്ള 2 സ്വപ്നം കണ്ടു. പക്ഷെങ്കിൽ അവർക്ക് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അവർക്ക് അറിയാൻ വയ്യാതെ അവർ വിഷമിച്ചിരിക്കുമ്പോൾ, ഫറവോൻ ഈ വിഷമിച്ചിരിക്കുമ്പോൾ യോസഫ് അവരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നിങ്ങളെന്താ വിഷമിച്ചിരിക്കുന്നത് ചോദിച്ചു. പറഞ്ഞു, ഞങ്ങൾ ഇന്ന പോലുള്ള സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. ജോസഫ് പറഞ്ഞു, സ്വപ്നങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ യോസഫ് താനത് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഹല്ലേലൂയ, പാനപാത്രവാഹൻ അവിടുന്ന് രക്ഷപ്പെട്ട് തിരിച്ച് അവനെ ഫറവോന്റെ കൊട്ടാരത്തിലെത്തി. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ താൻ പോകാൻ നേരം തന്നോട് പറഞ്ഞു, നീ ഫറവോന്റെ അടുക്കൽ ചെല്ലുമ്പോൾ, കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ, ഞാൻ അകാരണമായി ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഞാൻ ഇവിടെ ഈ ശിക്ഷ അനുഭവിക്കുകയാണ്, ഈ ജയിലിൽ ഇവിടെ കിടക്കുകയാണ്, കാരാഗൃഹത്തിൽ കിടക്കുകയാണ്, എൻ്റെ കാര്യം ഒന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹല്ലേലൂയ, ഞാൻ പറയാമെന്ന് പറഞ്ഞു പോയെങ്കിലും ആ പാനപാത്രവാഹകൻ അത് മറന്നുപോയി. പ്രിയ ദൈവജനമേ, നമ്മളും പല ഘട്ടങ്ങളിലും നമ്മളും പലരെയും, ഹല്ലേലൂയ, മാനുഷികമായി നമ്മൾ നോക്കിയാൽ പലരെയും, ഈ വ്യക്തി നോക്കിയാൽ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ അയാൾ നോക്കിയാൽ എന്നെ ഒന്ന്, എൻ്റെ ഇവിടുത്തെ ഈ തകർന്ന അവസ്ഥയിൽ എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, മനുഷ്യൻ നമ്മളെ ഓർക്കുന്നതും ദൈവം നമ്മളെ ഓർക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു പക്ഷെങ്കിൽ പാനപാത്രവാഹകൻ അത് പോയി ഫറവോന്റെ അടുക്ക പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ, ഹല്ലേലൂയ, അവിടുന്ന് പാനപാത്രവാഹകൻ പറഞ്ഞതനുസരിച്ച് യോസഫിനെ ആ കാരാഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്ന് ശൗര്യം ചെയ്യിച്ച് കൊണ്ടുവന്ന് തൻ്റെ കഥകളെല്ലാം കേട്ട് കഴിയുമ്പോൾ തന്നെ ഒരു പക്ഷെങ്കിൽ അവിടുന്ന് തൻ്റെ അപ്പനായ യാക്കോബിൻ്റെ അടുക്കിലേക്ക് കനാനി വരെ എത്തിക്കാൻ പറ്റും. പ്രിയ ദൈവജനമേ, മനുഷ്യൻ നമ്മളെ ഓർക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അവർക്കിതൊക്കെ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ ദൈവം നിന്നെ ഓർക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പാനപാത്രവാഹകൻ, ഹല്ലേലൂയ, സ്തോത്രം, ഈ സമയം ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. ഫറവോൻ ഒരു സ്വപ്നം കണ്ടതിനകത്ത്, ഹല്ലേലൂയ, സ്തോത്രം, താനാകെ വ്യാകുലപ്പെട്ടു. താൻ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ മിസ്രൈമിലുള്ള സകല മന്ത്രവാദികളെയും സകല ശൗനവാദികളെയും സകല ലക്ഷണവിദ്യയുള്ളവരെ എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇതുപോലെ സ്വപ്നം കണ്ടു, അതിൻ്റെ അർത്ഥം പറയാൻ പറഞ്ഞു. മിസ്രൈമിലെങ്ങും ഒരു മനുഷ്യനും പോലും അതിൻ്റെ അർത്ഥം പറയാൻ പറ്റിയവരില്ലായിരുന്നു. ഈ സമയമാണ് പാനപാത്രവാഹകൻ തൻ്റെ കുറ്റം ഓർക്കുന്നത്, തൻ്റെ വിഷയത്തിൽ യോസഫ് തന്നെ സഹായിച്ചത്. അങ്ങനെ പെട്ടെന്ന് യോസഫിനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഫറവോൻ തന്നോട് ചോദിച്ചു, നിന്നിലിങ്ങനെ ദൈവികമായ ചില കഴിവുകളൊക്കെ നിനക്കുണ്ട് എന്ന് ഞാൻ കേട്ടു, നീ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കും എന്നൊക്കെ പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഞാനും, യോസഫ് പറഞ്ഞു, ഫറവോനോട് പറഞ്ഞു, ഞാനും മറ്റുള്ളവരെ പോലെ തന്നെ ഉള്ളൂ, എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാൽ സ്വപ്നങ്ങളെയും മറഞ്ഞിരിക്കുന്നതൊക്കെയും വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവം നിൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം അറിയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഫറവോൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. അതാണ് ഇതിൻ്റെ അവസാന ഇതിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഫറവോൻ്റെ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം യോസഫ് വിവരിച്ചു കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. വലിയൊരു
ഇപ്പം 7 വർഷം മിസ്രൈമിലെ വലിയ സുഭിക്ഷമായ ഒരു സമയമുണ്ട്. ആ 7 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ഒരു 7 വർഷം ഹല്ലേലൂയ വളരെ അധികം അതായത് സുഭിക്ഷമായ സമയങ്ങളെല്ലാം മാറി വീണ്ടും ഒരു 7 വർഷം ധാന്യങ്ങളൊന്നുമില്ലാതെ ദേശം ക്ഷാമത്തിൽ കൂടെ പോകുന്ന ഒരു സമയം കടന്നു വരുന്നുണ്ട്. അതിനു മുമ്പേ ഫറവോന് ദേശത്തുള്ള ഭക്ഷ്യവസ്തുക്കളെല്ലാം ശേഖരിച്ചു വെച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം അത് വീണ്ടും വരുന്ന 7 വർഷത്തെ കഠിന ക്ഷാമം വരുന്ന ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ യോസഫ് അത് അർത്ഥം വിവരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫറവോന് തന്നെ ഹല്ലേലൂയ സ്തോത്രം തൻ്റെ സിംഹാസനം കൊണ്ട് താൻ ഒന്നാമനെങ്കിലും ബാക്കി ആ രാജ്യത്തിൻ്റെ രണ്ടാമനാക്കി തന്നെ തീർത്തു. ഈ സമയമാണ് വീണ്ടും 7 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രാജ്യത്തെ വലിയ ക്ഷാമം ഉണ്ടായി കഴിഞ്ഞപ്പോൾ യാക്കോബ് അറിവ് കിട്ടി മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന്. അതുകൊണ്ട് തൻ്റെ മക്കളോട് പറഞ്ഞു, ബെന്യാമിനെ വീട്ടിൽ നിർത്തിയിട്ട് തൻ്റെ മക്കളോട് പറഞ്ഞ് മറ്റുള്ളവരോട് പറഞ്ഞു, നിങ്ങളെ പോയി ധാന്യം കൊള്ളുവീൻ, മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ബെന്യാമിനെ വീട്ടിലിരുത്തിയിട്ട് ഹല്ലേലൂയ മറ്റുള്ളവർ മിസ്രൈമിലേക്ക് കടന്നുപോയി. ഇതാണ് ഈ മിസ്രൈമിൽ വന്നു കഴിഞ്ഞപ്പോൾ യോസഫിന് തൻ്റെ സഹോദരങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവനെ ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ സഹോദരങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല. ജോസഫ് മാറി ഒത്തിരി കരയുകയൊക്കെ ചെയ്തു. അതിനുശേഷം അവരുടെ അടുക്കൽ ഈ കാര്യങ്ങളൊക്കെയും പറഞ്ഞു. അതാണ് ഇവിടെ പറഞ്ഞ ആ വിഷയം നമ്മളാദ്യം വായിച്ചത്. നമ്മളാദ്യം വായിച്ചത് ഇതാണ്. ജോസഫ് കണ്ട സ്വപ്നത്തിൻ്റെ വിഷയമാണ് നമ്മളാദ്യം വായിച്ചത്. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു എന്ന് പറഞ്ഞത്. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഒരു കരുതൽ ഹല്ലേലൂയ തനിക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഒരു കരുതൽ ദൈവം ഒരുക്കി വെച്ചു. അതിനുവേണ്ടിയാണ് അന്ന് ഫറവോൻ ജോസഫ് കണ്ട ആ സ്വപ്നവും ഹല്ലേലൂയ സ്തോത്രം അതിൽ കൂടെ കർത്താവ് ദൈവം ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കാനും ഇടയായത്. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ കാരാഗ്രഹത്തിൻ്റെ അനുഭവങ്ങളും ഹല്ലേലൂയ ബുദ്ധിപേറിൻ്റെ അനുഭവങ്ങളും എല്ലാം തൻ്റെ ജീവിതത്തിലെ ഹല്ലേലൂയ താൻ കടന്നു പോകേണ്ട എല്ലാ വഴികളും താൻ കടന്നുപോയി എന്നുള്ളതാണ്. അതിനുശേഷം ഹല്ലേലൂയ സ്തോത്രം തൻ്റെ ജീവിതത്തിലെ ഹല്ലേലൂയ ദൈവം തന്നെ ഹല്ലേലൂയ അനുഗ്രഹിച്ച വിഷയങ്ങളെക്കുറിച്ചാണല്ലോ നമ്മളിത് കേട്ടത്. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ ഹല്ലേലൂയ യോസഫിനെ അറിയാത്ത ഹല്ലേലൂയ ഒരു ഫറവോന്റെ കാലഘട്ടം വന്നു. അതും പുറപ്പാട് പുസ്തകം 8:20 പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ 8:20 മുതൽ വായിക്കുമ്പോൾ, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയപ്പാൻ മോശയിൽ കൂടെ ദൈവം അരുളി ചെയ്തപ്പോൾ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. അങ്ങനെ ഫറവോൻ ദൈവം ആരാണ് എന്താണ് അതും പറഞ്ഞ് ഫറവോൻ അവൻ്റെ ഹൃദയം കഠിനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ദൈവം അനേക ബാധകളെ ആ ദേശത്ത് അയച്ചു. പലതരത്തിലും ഹല്ലേലൂയ ഫറവോന് നേരെ വീണ്ടും അവൻ്റെ ഹൃദയം കഠിനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദൈവം വേറൊരു ബാധ അയച്ചു. അത് ഫറവോന്റെ ഗൃഹത്തിലും തൻ്റെ പ്രമാണികളുടെ വീടുകളിലും മിസ്രൈമ്യ ഭവനങ്ങളിലെല്ലാം കയറി നായീച്ച അയച്ചു. എന്നാൽ ദൈവജനം പാർക്കുന്ന ഇസ്രായേൽ ജനം പാർക്കുന്ന ഗോശൻ ദേശത്ത് ഹല്ലേലൂയ സ്തോത്രം ഒരു ബാധയും കൂടാതെ തൻ്റെ ദൈവജനത്തെ ദൈവം കാത്തു പരിപാലിച്ചു. അത് ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഓർത്ത് ഹല്ലേലൂയ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ സ്തോത്രം. മിസ്രൈമിലെ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെയും നമുക്ക് അറിയാമല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ 1 ശമൂവേൽ ഹല്ലേലൂയ സ്തോത്രം 16-ാം അധ്യായത്തിലെ പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ശമൂവേൽ ഹല്ലേലൂയ യഹോവയ്ക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ചുമാണ് ഞാനിവിടെ നിങ്ങളുടെ അടുക്കലെ ഹല്ലേലൂയ ബൈബിളിലെ ചില റെഫറൻസ് എടുത്തിട്ട് പറയുന്നത്. കാര്യം കരുതുന്നവനായ ഒരു ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ശമൂവേൽ 16-ാം അധ്യായത്തിലെ പറയുന്നത്, ശമൂവേൽ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ഇശായിയുടെ ഭവനത്തിൽ വന്നിരുന്നു. എന്നാൽ ഹല്ലേലൂയ തൻ്റെ മക്കളിൽ 7 പേരെയും വിളിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഓരോരുത്തരെ കൊണ്ട് അടുക്കൽ വിളിച്ചു വരുത്തി. എല്ലാവരും കാണാൻ കോമളരും എല്ലാ തരത്തിലും സൗന്ദര്യവും ആരോഗ്യം എല്ലാം ഉള്ളവരായിരുന്നു. എന്നാൽ അവരെ ഒന്നും തിരഞ്ഞെടുക്കാതെ ഹല്ലേലൂയ സ്തോത്രം അവസാനം
എല്ലാവരും ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഹാലലിയ ഒരു മകനുണ്ട്, ആടിനെ തീറ്റുന്ന കാട്ടിലാന്ന് പറഞ്ഞു. അവൻ വരാതെ ഞാൻ പന്തിയിലിരിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഹാലലിയ സ്തോത്രം ഷൗമേല് ഹാലലിയ അവൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അഭിഷേകം ചെയ്തു. അതാണ് ദൈവം കരുതിയ കരുതൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി. ഹാലലിയ ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായിട്ട് ദാവീദിനെ അഭിഷേകം ചെയ്തത്. ഹാലലിയ സ്തോത്രം. അതുപോലെ സങ്കീർത്തനങ്ങളിലെ ഹാലലിയ സ്തോത്രം 105:37 പറയുന്ന ഹാലലിയ അവനവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. ഹാലലിയ സ്തോത്രം. ഹാലലിയ സ്തോത്രം. മിസ്രൈമ്യർ ഹാലലിയ സ്തോത്രം ദൈവദിനത്തെയുള്ള ഭയം കൊണ്ട് ഹാലലിയ സ്തോത്രം അവർ പോകാൻ നേരം അവൻ്റെ കയ്യിലുള്ളതെല്ലാം വാരി ഹാലലിയ ആഭരണങ്ങളെല്ലാം ഇവർക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ആ തക്ക സമയത്ത് അവരുടെ യാത്രയോടുള്ള ബന്ധത്തിൽ അവർക്ക് വേണ്ടി കരുതി വെച്ച ആ കരുതലിനെ കുറിച്ചാണ് ഹാലലിയ ദൈവവചനത്തിലെ ഉടനീളം നമ്മളെ ഹാലലിയ നോക്കിയാലേ ദൈവിക കരുതലിനെ കുറിച്ച് പലയിടത്തും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹാലലിയ സ്തോത്രം. ഹാലലിയ യെശയ്യാ പ്രവചനം ഹാലലിയ സ്തോത്രം 43:18 18-19 പറയുന്നു, മുമ്പുള്ളവയെ ഓർക്കണ്ട. ഹാലലിയ സ്തോത്രം. ഹാലലിയ പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്തെ നദികളും ഉണ്ടാക്കും. ഹാലലിയ സ്തോത്രം. മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്തെ നദികളും ഉണ്ടാക്കും. നമുക്കറിയാം മരുഭൂമിയുടെ അവസ്ഥ എന്താണെന്നറിയാം. ഹാലലിയ സ്തോത്രം. ആ മരുഭൂമിയിൽ വഴി ഒരുക്കുക എന്ന് പറയുമ്പോൾ ഹാലലിയ സ്തോത്രം ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി ദൈവം കരുതുന്ന കരുതലിനെ കുറിച്ചാണ് ഹാലലിയ അവിടെ പറയുന്നത്. ഹാലലിയ സ്തോത്രം. ഹാലലിയ അതുപോലെ പറയുന്നു ഹാലലിയ ശാപ്രവചനം 25:4 ഹാലലിയ പറയുന്നു, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗവും. ഹാലലിയ സ്തോത്രം. ദരിദ്രന് കഷ്ടത്തിലൊരു കോട്ടയും കൊടുങ്കാറ്റിലൊരു ശരണവും ഉഷ്ണത്തിലൊരു തണലുമാകുമെന്ന് പറയുന്നു. ഹാലലിയ സ്തോത്രം. ഇതൊക്കെയും ഹാലലിയ ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ 26:3 പറയുന്നത്, സ്ഥിരമാനസം നിന്നിൽ ആശ്രയം വെച്ചിരിക്കുക, നീ അവനെ പൂർണ്ണ സമാധാനത്തോടെ കാക്കുന്നു. ഹാലലിയ സ്തോത്രം. യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ അവനിൽ തന്നെ ആശ്രയിക്കാനാണ് നമ്മുടെ ആശ്രയം. ഹാലലിയ സ്തോത്രം. ആ യാഹെന്ന പാറ ഹാലലിയ സ്തോത്രം നമുക്കായി കരുതി വച്ചിരിക്കുന്നത്. ഹാലലിയ സ്തോത്രം. ദൈവജനമേ ഹാലലിയ സ്തോത്രം. നമുക്ക് ഹാലലിയ ദൈവസന്നിധിയിലെ ഹാലലിയ ദൈവമായുള്ള ഹാലലിയ സ്തോത്രം. ഹാലലിയ നമ്മൾ ഹാലലിയ സ്തോത്രം പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഹാലലിയ സ്തോത്രം ഹൃദയ നുറുക്കത്തോടെ ഹാലലിയ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ പറയുമ്പോൾ ഹാലലിയ സ്തോത്രം കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹാലലിയ സ്തോത്രം. ഹാലലിയ ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ലെന്നാണ് പറയുന്നത്. ഹാലലിയ ഹാലലിയ സ്തോത്രം. 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 പാട്ടുകാരൻ പാടുമ്പോൾ ഹാലലിയ സ്തോത്രം പാടുന്നു. ഹാലലിയ കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഹാലലിയ സ്തോത്രം. നമുക്കായി കരുതുന്ന ഒരു ദൈവം. ഹാലലിയ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നമ്മളെ കൈവിടാത്ത കർത്താവ്. ഹാലലിയ സ്തോത്രം നമുക്കായി ജീവിക്കുന്നു. ഹാലലിയ സ്തോത്രം. ദൈവിക കരുതലുകൾ കർത്താവ് സ്തോത്രം. ന്യായാധിപന്മാർ 15:19 ഹാലലിയ സ്തോത്രം. അപ്പോൾ ഹാലലിയ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി. ഹാലലിയ സ്തോത്രം. ഹാലലിയ അതിൽ നിന്നും വെള്ളം പുറപ്പെട്ടു, അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ചു. നമുക്ക് അറിയാമല്ലോ ഹാലലിയ സ്തോത്രം. ഹാലലിയ ഇസ്രായേലിന് വേണ്ടി ന്യായപാലനം ചെയ്യുന്ന ആ കാലത്തെ ഹാലലിയ ശിംശോന് ഹാലലിയ സ്തോത്രം. ഹാലലിയ കുന്നൊന്ന് കുന്ന് രണ്ട് എന്ന് പറഞ്ഞ് കഴുതയുടെ പച്ച താടി എല്ലുകൊണ്ട് ഹാലലിയ സ്തോത്രം 1000 പേരെ സംഹരിച്ച ആ വിഷയം. ഹാലലിയ അവൻ ദാഹിച്ചിട്ട് ദൈവത്തോട് ഹാലലിയ നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് വേണ്ടി തുറന്ന ഒരു ഹാലലിയ 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 ഒരു പിളർപ്പ്, ഒരരുവിയാണ് ലേഹിയിലെ ഒരു കുഴി പിളരുമാറാക്കി എന്ന് പറഞ്ഞത്. അങ്ങനെ ഹാലലിയ ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് നമുക്ക് എവിടെ നിന്നെല്ലാം ഹാലലിയ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്നറിയാമോ? ഹാലലിയ സ്തോത്രം. നാം ഹാലലിയ പൂർണ്ണമായും പരമാർത്ഥ ഹൃദയത്തോടും നിഷ്കളങ്ക ഹൃദയത്തോടും നമ്മളെ തന്നെ നാം ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ വിഷയം. ഹാലലിയ സ്തോത്രം. ദൈവം നമ്മൾക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവാണ്. ഹാലലിയ ഹാലലിയ അബ്രഹാം ഹാലലിയ ഇസാക്കുമായി മോറിയ മലയിലേക്ക് കയറുമ്പോൾ ഹാലലിയ പോകുന്ന വഴിയിലെ ഹാലലിയ സ്തോത്രം മകൻ പറയുന്നു, ഹാലലിയ അപ്പാ ഹാലലിയ സ്തോത്രം, വിറകുണ്ട്, കത്തിയുണ്ട്, ഹാലലിയ സ്തോത്രം, ഹാലലിയ ഹാലലിയ സ്തോത്രം. എന്നാൽ ഹാലലിയ യാഗം കഴിപ്പാനുള്ള യാഗമൃഗം എവിടെയെന്ന് അത് കേൾക്കുമ്പോൾ ഹാലലിയ പിതാവിൻ്റെ ഹൃദയം തകരുന്നുണ്ടെങ്കിലും ഹാലലിയ തനിക്കറിയാൻ താൻ യാഗം കഴിച്ചാലും ഹാലലിയ ഈ ചാരത്തിൽ നിന്ന് തന്നെ മകനെ തരുവാൻ സർവശക്തനായ ഒരു ദൈവമുണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് താൻ പറഞ്ഞു, മകനെ
ദൈവം കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ താൻ മല കയറുമ്പോൾ, മലയുടെ ഒരു വശം കയറുമ്പോൾ മലയുടെ മറ്റു വശത്തൂടെ തനിക്കുള്ള യാഗമൃഗം കയറി വരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ കരുതുന്ന ദൈവത്തെക്കുറിച്ചാണ് നമുക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എത്ര നമുക്ക് പറഞ്ഞു കഴിഞ്ഞാലും മതിയാകത്തില്ലല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം കഴിഞ്ഞ ദിവസം തന്നെ ഹല്ലേലൂയ നമ്മുടെ ഇവാഞ്ചലിസ്റ്റ് ജോൺ മാത്യു സാറിൻ്റെ ഹല്ലേലൂയ പ്രസംഗത്തിൽ താൻ പറഞ്ഞ് ഹല്ലേലൂയ ഒരു മെസ്സേജ് എന്നെ സ്പർശിച്ചത്, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു, നീ എനിക്ക് വേണ്ടി എന്തു ചെയ്തു? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നിനക്ക് വേണ്ടി മരിച്ചത് എന്തിനാ? നമുക്ക് വേണ്ടി കരുതി വെച്ച ആ രക്ഷയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ദൈവജനമേ, ഹല്ലേലൂയ, നമുക്കിങ്ങനെ ഒരു ഉടയവൻ ഹല്ലേലൂയ സ്വർഗത്തിൽ ഹല്ലേലൂയ നമ്മുടെ എല്ലാം ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി ഉറങ്ങാതെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം ഹല്ലേലൂയ നമുക്കുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവത്തിൽ ഹല്ലേലൂയ നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ കരുതലുകൾ കർത്താവ് ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ പല ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പലയിടങ്ങളിൽ നിന്നും കർത്താവ് നമ്മളെ കേൾപ്പിച്ചിട്ടുണ്ട്. നമുക്ക് വചനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. നമുക്കതുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി ഹല്ലേലൂയ പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ മക്കൾ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ലഭിക്കുന്ന സമയങ്ങളൊക്കെയും കർത്താവിന് വേണ്ടി നാം ഹല്ലേലൂയ വില കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ വലിയവനാണ്, സർവശക്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോന ഇതുപോലെ നിനവയോട് പ്രസംഗിച്ചു പറഞ്ഞത്, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലനാശം ആകുമെന്ന് പറഞ്ഞു. എന്നാൽ ഹല്ലേലൂയ ആ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ നിനവേക്കാർ മുഴുവനായി ഉപവസിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. മൃഗങ്ങൾ വരെയും ഹല്ലേലൂയ ഉപവസിച്ചെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയം അറിഞ്ഞ രാജാവ് ഹല്ലേലൂയ കൊട്ടാരത്തിൽ നിന്ന് ഹല്ലേലൂയ തൻ്റെ വസ്ത്രം മാറ്റി ഹല്ലേലൂയ, സ്തോത്രം, എടുത്ത് ഹല്ലേലൂയ, സ്തോത്രം, എല്ലാവരും ഒരുപോലെ ഉപവസിച്ച് കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് ഹല്ലേലൂയ, സ്തോത്രം, ദൈവം അനുതപിച്ചു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, 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 സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ ഹല്ലേലൂയ ആ വലിയ വിപത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അവർക്ക് വേണ്ടി ദൈവം ഒരു കരുതൽ ദൈവം ഒരുക്കി. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ സമയം ഹല്ലേലൂയ ഞാൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം പറയുകയാണ്. ദൈവം മറവിടങ്ങളിലെ ഗുപ്തനിധി എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഞാൻ ഈ കഴിഞ്ഞ നാളിൽ വായിച്ചായിരുന്നു. ആ വായിച്ച മറവിടങ്ങളിലെ ഗുപ്തനിധി എന്നുള്ളത് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് യശയാപ്രവചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന പോലെ യശയാപ്രവചനം 45-ന്റെ 2, 3, 4, 5 വാക്യങ്ങളിൽ പറയുന്നത് ഇതുപോലെ, ഹല്ലേലൂയ, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി ഇരുമ്പോടാമ്പലുകളെ തകർത്ത് താമ്രവാദികളെ ഹല്ലേലൂയ ഖണ്ഡിച്ച്, അത് തുടർന്ന് അങ്ങോട്ട് വായിക്കുമ്പോഴേ ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരുമെന്ന് പറഞ്ഞു. ഒരു രാജാവ് ഒരു രാജവീതിയിൽ തൻ്റെ ഹല്ലേലൂയ സ്തോത്രം ജോലിക്കാരെ കൊണ്ട് ഒരു റോഡിൽ ഒരു കല്ല് ഒരാൾക്ക് നീക്കുവാൻ പ്രയാസമായിട്ടുള്ള ഒരു വലിയ കല്ല് പിടിച്ച് റോഡിൻ്റെ നടുക്ക് വെച്ചു. ആ ശ്രമകരമായ അതിലെ പോകുന്നവരെല്ലാം അത് കണ്ടിട്ട് അവർക്ക് യാത്ര ചെയ്യാൻ വയ്യാത്ത രീതിയിൽ അത് കണ്ടിട്ട് അവർ ശപിച്ചിട്ട് പോയി. ആരും അത് ചെയ്തില്ല. എന്നാൽ ഈ ശ്രമകരമായ ഈ കാര്യം ഹല്ലേലൂയ ഒരു പാവപ്പെട്ട കർഷകൻ അതിലെ പോകുന്ന സമയത്ത് അയാൾ കണ്ടു. അത് കണ്ടിട്ട് താൻ വളരെ പാടുപെട്ട് താൻ വളരെ ബുദ്ധിമുട്ടിയിട്ട് താൻ എന്ത് ചെയ്തെന്നറിയാവോ, താൻ ആ കല്ല് അവിടുന്ന് ഉരുട്ടി മാറ്റി കഴിഞ്ഞപ്പോൾ ആ കല്ലിൻ്റെ അടിയിൽ ഒരു സഞ്ചി ഇരിപ്പുണ്ടായിരുന്നു. ആ സഞ്ചിക്കകത്ത് മുഴുവൻ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. അതിനകത്ത് എഴുതി വെച്ചൊരു കുറിപ്പും ഉണ്ടായിരുന്നു, ഈ ഉദ്യമം ചെയ്യുന്നവർക്കുള്ളതാണ് ഈ സ്വർണ്ണ നാണയങ്ങളെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ആ മറവിടത്തിലെ ആ ഗുപ്തനിധി ഹല്ലേലൂയ നിക്ഷേപം ഹല്ലേലൂയ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം നാം അതിനുവേണ്ടി പ്രവർത്തിക്കരുത്. നമ്മളെ ഏൽപ്പിച്ചത് ദൗത്യം നാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതോടൊന്നിച്ച് തന്നെ ദൈവം നമുക്ക് വേണ്ടി കരുതുകയും ചെയ്യും. ആ കരുതൽ നമുക്ക് അവിടുന്ന് അനുഭവിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. അതാണ് മറവിടങ്ങളിലെ ഗുപ്തനിധിയെക്കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഒരു കഥ കേട്ടിട്ട് എനിക്കത് വളരെയധികമായി എന്നെ അത് സ്വാധീനിച്ചു. ഹല്ലേലൂയ സ്തോത്രം. നാം അത് ഹല്ലേലൂയ സ്തോത്രം അതും പ്രകാരം താൻ ഹല്ലേലൂയ ജീവിതയാത്രയിൽ നമുക്ക് വേണ്ടി ഹല്ലേലൂയ കരുതുന്ന ദൈവത്തെ ഹല്ലേലൂയ
നാം ഹാലലിയ എപ്പോഴും പിന്തുടർന്നാൽ നമ്മുടെ ജീവിതയാത്രയിലെ നമുക്ക് വലിയ കാര്യങ്ങളെ നമുക്ക് സാധിക്കുവാൻ പറ്റും. ഹാലലിയ ചെങ്കടലിൽ നിന്നും പ്രയാണം ചെയ്തു വന്ന ഇസ്രായേൽ ജനം ഹാലലിയ ശൂർ മരുഭൂമിയിലെത്തി. ഹാലലിയ 3 ദിവസം അവർ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ അലഞ്ഞു മാറായിലെത്തി. മാറായിൽ വന്നപ്പോൾ അവർക്ക് മാറായിലെ ജലം കുടിപ്പാൻ കഴിഞ്ഞില്ല. ഹാലലിയ സ്തോത്രം. എന്നാൽ മാറായിലെ ജലം ഹാലലിയ കയ്പായതുകൊണ്ട് അവർ കുടിപ്പാൻ കഴിഞ്ഞില്ല. അവരുടനെ തന്നെ മോശയ്ക്ക് വിരോധമായി പിറുപിറുക്കുകയും ചെയ്തു. എന്നാൽ മോശ ദൈവത്തോട് അപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഹാലലിയ ഒരു ഹാലലിയ വൃക്ഷം കാണിച്ചു കൊടുത്തു. ഹാലലിയ ആ വൃക്ഷം ഹാലലിയ കാണിച്ചു കൊടുത്തു. അതിൻ്റെ കമ്പ് വെട്ടി വെള്ളത്തിലിടാൻ പറഞ്ഞു. അങ്ങനെ ആ വെള്ളം മധുരമായി തീർന്നു. അതിനാണ് നമ്മൾ പാടുന്നത്, മാറായെ മധുരമാക്കി തീർക്കുന്ന കർത്താവ്. അങ്ങനെ ആ മാറായെ മധുരമാക്കി തീർത്തു. അവരതിലെ വെള്ളം കുടിച്ചു. ഹാലലിയ സ്തോത്രം. അങ്ങനെ ഹാലലിയ സ്തോത്രം. ഹാലലിയ 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 അത് മധുരമായി തീർന്നു. ഹാലലിയ ദൈവത്തിനറിയാമായിരുന്നു എൻ്റെ ജനം ഹാലലിയ ഈ വഴിയായി കടന്നു പോകുന്നുണ്ട്. ഹാലലിയ അവർക്ക് വേണ്ടി കരുതിയേ പറ്റൂ. അതുകൊണ്ട് അങ്ങനെ ഒരു വൃക്ഷം അവിടെ നട്ടത് അതിനു വേണ്ടിയാണ്. നമ്മൾ ഹാലലിയ ചിന്തിക്കുന്നതിന് മുമ്പേ ഹാലലിയ സ്തോത്രം ദൈവം നമുക്ക് വേണ്ടി കരുതുന്നു. ഹാലലിയ സ്തോത്രം. ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് ഹാലലിയ ശൂന്യകാരി സ്ത്രീയെ എലിശ പ്രവാചകൻ വിശ്രമിപ്പാൻ ഭവനം കൊടുത്തതിൻ്റെ പേരിൽ ഹാലലിയ സ്തോത്രം മക്കളില്ലായിരുന്ന ആ സ്ത്രീക്ക് ശൂന്യകാരത്തിക്ക് ഒരു മകനെ ലഭിച്ചു. നമുക്കും അത് അറിയാമല്ലോ. ഹാലലിയ സ്തോത്രം. ദൈവം അവർക്ക് വേണ്ടി കരുതിയ കരുതലുകളും വീണ്ടും അവരെ ഹാലലിയ പരദേശവാസം ചെയ്യുവാനായിട്ട് എലിശ പറഞ്ഞ രാജ്യത്ത് 7 വർഷം ക്ഷാമമുണ്ടാവും. ഹാലലിയ നീ അതുകൊണ്ട് പോയി പരദേശവാസം ചെയ്തുകൊള്ളൂ, ഇവിടം വിട്ടുപോകാൻ പറഞ്ഞു. അവർ പോയി തിരിച്ചവർ മടങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹാലലിയ സ്തോത്രം ആ 7 വർഷവും അവർക്ക് ഹാലലിയ ആ ദേശത്ത് എന്തെല്ലാം ധാന്യങ്ങൾ ഉണ്ടായിരുന്നു അത് മുഴുവൻ അവർക്ക് കൊടുക്കുവാനായിട്ട് രാജാവ് കൽപ്പിച്ചു. അങ്ങനെ ദൈവദാസൻ്റെ ആ ഹാലലിയ സ്തോത്രം ആ തന്നോടുള്ള ആ ബന്ധത്തിലെ ഹാലലിയ ദൈവദാസൻ കൽപ്പിച്ച പോലെ താൻ ചെയ്തതുകൊണ്ട് തൻ്റെ ജീവിതത്തിലും വലിയ അനുഗ്രഹങ്ങളെ കാണുവാൻ കഴിഞ്ഞു. ഹാലലിയ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹാലലിയ സ്തോത്രം കർത്താവ് ഹാലലിയ സ്തോത്രം ദൈവത്തിൻ്റെ വചനവുമായി ഹാലലിയ ഇത്രയും സമയം നിൽപ്പാനായി കർത്താവ് സഹായിച്ചു. ഹാലലിയ സ്തോത്രം. ഹാലലിയ ഇവിടെ ഇത് ലൈവിലെ ചില വിഷയങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ നേരിട്ടു. ദൈവജന ഹാലലിയ സ്തോത്രം ക്ഷമിക്കണമെന്ന് പ്രത്യേകിച്ച് അപേക്ഷിക്കുന്നു. ഹാലലിയ സ്തോത്രം. അത് ചില ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. ഹാലലിയ സ്തോത്രം. ഹാലലിയ അതുകൊണ്ട് ഹാലലിയ നമുക്ക് ഹാലലിയ ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഹാലലിയ ആസായിക്ക് വേണ്ടി കരുതിയ ദൈവം ഹാലലിയ സ്തോത്രം. യഹോശാഫാത്തിന് വേണ്ടി കരുതിയ ദൈവം ഹാലലിയ സ്തോത്രം. ഹാലലിയ 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 സ്തോത്രം. ഹാലലിയ നമ്മൾക്ക് വേണ്ടി കരുതുന്നു. ഹാലലിയ സ്തോത്രം. നമ്മൾ ഹാലലിയ സ്തോത്രം. ഹാലലിയ ഹാലലിയ സ്തോത്രം. ഹാലലിയ നമ്മൾ ഹാലലിയ ഈ നാളുകളിൽ ഹാലലിയ ജയത്തോടെ മുൻപോട്ട് പോകാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഹാലലിയ സ്തോത്രം. ഹാലലിയ അതുപോലെ രൂത്തിന്റെ പുസ്തകം നാം വായിക്കുമ്പോഴും ബേത്ലഹേമിൽ ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ ഹാലലിയ ഹാലലിയ സ്തോത്രം. ഹാലലിയ 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 ബേത്ലഹേമിനായ ഒരാൾ ഹാലലിയ തൻ്റെ ഭാര്യയും 2 പുത്രന്മാരെയും കൂട്ടി മോവാബിലേക്ക് പോയ കഥകളും ഹാലലിയ സ്തോത്രം. അവസാനം ഹാലലിയ ഹാലലിയ സ്തോത്രം എലീമലേക്കും ഹാലലിയ തൻ്റെ ആൺമക്കളും മരിച്ചു കഴിഞ്ഞ് ഹാലലിയ തൻ്റെ മകൾ ഹാലലിയ രൂത്ത് ഹാലലിയ അമ്മായിയമ്മയോട് ചേർന്ന് ഹാലലിയ തിരികെ യെരുശലേമിലേക്ക് വരുവാൻ ഇടയായ കഥ അറിയാമല്ലോ. അതുകൊണ്ട് ഹാലലിയ തനിക്ക് ലഭിച്ച എല്ലാ നന്മകളും ഹാലലിയ സ്തോത്രം. ഹാലലിയ സ്തോത്രം. ഹാലലിയ മാതാ നവമിയോട് ചേർന്ന് നിന്നതുകൊണ്ടാണ് ഹാലലിയ സ്തോത്രം. അതുകൊണ്ട് ബൈബിളിൽ തൻ്റെ പേരും ഇടം പിടിക്കുവാനായി ദൈവം ഇടയാക്കി. ഹാലലിയ സ്തോത്രം. ഹാലലിയ ദൈവത്തെ ഹാലലിയ അന്വേഷിക്കുന്നവർക്ക് ഹാലലിയ ദൈവം ഒരുക്കിയിരിക്കുന്നത് ഹാലലിയ സ്തോത്രം. ഹാലലിയ വലിയ വലിയ ഹാലലിയ നന്മകളാണെന്ന് ഹാലലിയ ഒരു പ്രാവശ്യം കൂടെ ഹാലലിയ അത് എനിക്ക് പറയുവാൻ സ്വർഗം ഇടയാക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലലിയ അവൻ നേരുള്ളവർക്ക് ഹാലലിയ സ്തോത്രം. ഹാലലിയ സദൃശവാക്യം 2:7 പറയുന്നു, അവൻ നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വയ്ക്കുന്നു. നിഷ്കളങ്കമായി നടക്കുന്നവർ ഹാലലിയ സ്തോത്രം. ഹാലലിയ അവർക്ക് അവനൊരു പരിചയമാണ്. ഹാലലിയ സ്തോത്രം. ഹാലലിയ പ്രിയ ദൈവജനമേ ഹാലലിയ ഹാലലിയ സ്തോത്രം ചെയ്ത് നമ്മൾ നേരോടെ നടന്നു കഴിഞ്ഞാൽ ഹാലലിയ നമ്മുടെ ജീവിതത്തിലെ ഹാലലിയ സ്തോത്രം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം ഹാലലിയ സകലതും നമുക്ക് നന്മയ്ക്കായി ഹാലലിയ സ്തോത്രം. ഹാലലിയ ദൈവം ചെയ്തു തരും. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലലിയ സ്തോത്രം. ഹാലലിയ 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 സ്തോത്രം. നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ ഹാലലിയ ദൈവസന്നിധിയോടെ കൂടുതലായി അടുത്തു വരാം. ഹാലലിയ സ്തോത്രം.
അവൻ നമ്മുടെ രക്ഷയാകുന്ന ദൈവമാണ്. ഹാലലിയ സ്തോത്രം. നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഹാലലിയ സ്തോത്രം. ഹാലലിയ ഹാലലിയ സ്തോത്രം. ഹാലലിയ ദുർഘടങ്ങൾ ഇപ്പോൾ ഹാലലിയ സ്തോത്രം പ്രത്യേകിച്ച് ഹാലലിയ ഇന്ത്യയെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ. ഹാലലിയ സ്തോത്രം. ഒരു ദൈവിക കരുതൽ ദൈവജനത്തിനുണ്ടായേ മതിയാകുള്ളൂ. ഹാലലിയ സ്തോത്രം. ദൈവജനം ഹാലലിയ അതുപോലെ പീഡനങ്ങളിൽ കൂടെയൊക്കെയും കടന്നു പോവുകയാണ്. ഹാലലിയ സ്തോത്രം. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവജനത്തിൻ്റെ ഹാലലിയ സ്തോത്രം ഹാലലിയ അനുഗ്രഹത്തിന് വേണ്ടി ആ ദേശത്ത് ഇന്ത്യയിലെ ഹാലലിയ വിവിധ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനം ഹാലലിയ ഈ നാളുകളിൽ ഹാലലിയ സ്തോത്രം ഹാലലിയ ഹാലലിയ സ്തോത്രം ദൈവത്തിൻ്റെ വലിയ കരുതൽ അവർ അനുഭവിക്കുവാനും കഴിഞ്ഞ കാലങ്ങളിലെ കഷ്ടങ്ങളെല്ലാം മറക്കുവാനും ഹാലലിയ സ്തോത്രം ഹാലലിയ നമുക്ക് ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കൈ മലർത്തി ഹാലലിയ ദൈവത്തോടെ നമുക്ക് ഹാലലിയ പ്രാർത്ഥിക്കാം. ഹാലലിയ സ്തോത്രം ഹാലലിയ. യോബിൻ്റെ പുസ്തകം 11 ഹാലലിയ 13 വാക്യത്തിൽ പറയുന്നുണ്ട്, നീ നിൻ്റെ ഹാലലിയ ഹാലലിയ ഹൃദയത്തെ സ്ഥിരമാക്കി ഹാലലിയ അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ഹാലലിയ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക എന്നാണ് പറയുന്നത്. ഹാലലിയ നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്, അപ്പോൾ നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കുമെന്നാണ് പറഞ്ഞ്. അതുകൊണ്ട് ഹാലലിയ സ്തോത്രം നമ്മൾ അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ നമ്മുടെ കരം വിശുദ്ധമായിരിക്കണം, നീതികേട് നമ്മളിൽ കാണരുത്. ഹാലലിയ അപ്രകാരം നമുക്ക് ജീവിപ്പാനായി ദൈവം നമുക്ക് ഇടയാക്കുമാറാട്ടെ. ഹാലലിയ സ്തോത്രം. ഈ സമയം ഇത്രത്തോളം ദൈവസന്നിധിയിലായിരിക്കാനും ഹാലലിയ പ്രാർത്ഥനാദിനോടുള്ള ബന്ധത്തിലെ ഹാലലിയ സ്തോത്രം ഹാലലിയ ദൈവസന്നിധിയിൽ ഇത്ര സമയം നിൽപ്പാനും ദൈവം എനിക്ക് ഇടയാക്കി തന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനെ ഹാലലിയ സ്തോത്രം കാരണമാക്കിയ കർത്താവിൻ്റെ ദാസൻ ഹാലലിയ പാസ്റ്റർ ബെൻസൺ ഡാനിയലിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലലിയ സ്തോത്രം ദൈവദാസനെയും കുടുംബത്തെയും ഹാലലിയ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ഈ നാളുകളിൽ ഹാലലിയ സ്തോത്രം വളരെയധികമായി ഹാലലിയ സ്തോത്രം വയൽപ്രദേശത്ത് അധ്വാനിക്കുന്നുണ്ട്. ഹാലലിയ സ്തോത്രം. അടുത്ത ദിവസം ഹാലലിയ കൺവെൻഷനൊക്കെ വരുന്നു, അങ്ങനെ പല കാര്യങ്ങളിലുണ്ട്. ഹാലലിയ തൻ്റെ വളരെ തിരക്കുള്ള ആളാണെന്ന് അറിയാം. പക്ഷേ എല്ലാവരുടെയും നമ്മുടെ എല്ലാം പ്രാർത്ഥന ആ ദേവദാസന് ഹാലലിയ സ്തോത്രം ഒരു കൈത്താങ്ങലായിരിക്കണം. ഹാലലിയ സ്തോത്രം ഹാലലിയ ഈ ദിവസങ്ങളിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഹാലലിയ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഹാലലിയ സ്തോത്രം എനിക്ക് ലഭിച്ച ഈ സമയത്തിൽ ഹാലലിയ സ്തോത്രം ഹാലലിയ ദൈവസന്നിധിയിലെ ഹാലലിയ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പായി ഹാലലിയ സ്തോത്രം ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഹാലലിയ 2 പ്രാർത്ഥനാ വിഷയം തന്നിട്ടുണ്ട്. ഹാലലിയ സ്തോത്രം ഹാലലിയ സ്തോത്രം. ബ്രദർ ഹാലലിയ ജിജു മാത്യു കോന്നി ശ്വാസമുട്ടലിൻ്റെ പ്രയാസത്താൽ ഹാലലിയ സ്തോത്രം ഒമാനിൽ സലാലയിലെ വെന്റിലേറ്ററിലായിരിക്കുന്നു. ആ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. ഹാലലിയ സ്തോത്രം. അതുപോലെ കൊല്ലം കുണ്ടറയിൽ 67 വയസ്സുള്ള കീവറീസു എന്ന് പറയുന്ന പിതാവ് 2 മാസം മുമ്പേ ഉണ്ടായ വീഴ്ചയിൽ നടുവിലിന് പൊട്ടലുണ്ടായി. 2 മാസത്തിന് ശേഷം CT സ്കാനിങ്ങിൽ തലയിൽ ബ്ലഡ് കോട്ടും ബ്ലീഡിങ്ങും ഉണ്ടെന്ന് അറിയുവാനിടയായി. ഉടനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകണം എന്ന് ഡോക്ടർമാർ പറയുന്നു. ദൈവജനത്തിൻ്റെ ശ്രദ്ധേറിയ പ്രാർത്ഥന ഈ വിഷയത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ ദൈവജനമേ, നമുക്ക് ഈ വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ ഈ നല്ല സന്ധ്യാസമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ ബ്രദർ ടിജു മാത്യുവിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, തൻ്റെ ശ്വാസമുട്ടലിൻ്റെ പ്രയാസമായിട്ട് തന്നെ വെന്റിലേറ്ററിലെ ഹാലലിയ സ്തോത്രം ഒമാനിൽ സലാലയിലായിരിക്കുന്നു എന്നറിഞ്ഞ കർത്താവേ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവിടുത്തെ ഹാലലിയ ദൃശ്യമായ കരം എൻ്റെ മാൻ്റെ മേൽ തുടരണമേ കർത്താവേ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹാലലിയ ഹാലലിയ സ്തോത്രം. വചനമയച്ച് സൗഖ്യമാകുന്ന കർത്താവ് ഹാലലിയ, അവിടുത്തെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം തരുന്ന കർത്താവ് ഹാലലിയ, എൻ്റെ മാനെ അത്ഭുതകരമായി വിടുവിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന താവേ സ്തോത്രം ചെയ്യുന്ന താവേ. കൊല്ലം കുണ്ടറയിലെ ഹല്ലേലൂയ സ്തോത്രം. ആ വാത്സല്യ പിതാവിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ വീഴ്ചയിലുണ്ടായ പ്രയാസം കർത്താവേ ഹാലലിയ കർത്താവേ സ്തോത്രം ചെയ്യുന്ന ഹാലലിയ അപ്പോൾ അതിനു വേണ്ടി ഹാലലിയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹാലലിയ. ഉടനെ തന്നെ കർത്താവേ സ്കാനിങ്ങിൽ തലയിൽ ബ്ലഡ് ക്ലോട്ടും ബ്ലീഡിങ്ങും ഉണ്ട് എന്നറിഞ്ഞു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാണോ എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി കർത്താവേ അവിടുന്ന് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവദാസനെ കർത്താവേ ഹാലലിയ അവിടുന്ന് ഹാലലിയ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവിടുത്തെ വചനം അയച്ച് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ 2 പേർക്കും കർത്താവേ സ്വർഗം ഹാലലിയ പൂർണ്ണ വിടുതൽ കൊടുത്തിരിക്കുക. സ്തോത്രം. പ്രാർത്ഥനാ ദുനിയായി കർത്താവേ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ മക്കളെ ദൈവകരങ്ങളിലേക്ക് തരുന്ന കർത്താവേ, ഈ സന്ധ്യാസമയത്ത് ഹാലലിയ സ്തോത്രം നൽകി തന്ന കർത്താവേ, ഈ നല്ല അവസരത്തിനായി കൂട്ടായ്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. താൻ്റെ ദാസനെയും
കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഈ സന്ധ്യാസമയത്തെ ഹല്ലേലൂയ സ്തോത്രം ദൈവവചനത്തിൽ നിന്ന് കർത്താവെ അടിയന് ലഭിച്ചത് കർത്താവെ ദൈവവചനത്തെ അറിയിക്കുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗയിടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകലമാനവും മഹത്വവും തിരുമേനിക്ക് തരുന്നു. സകല അടിയങ്ങൾക്കായി ജീവനെ വെച്ചെടുത്ത അവന് പുത്രൻ്റെ നാമത്തിൽ അടിയൻ താഴ്മയായി യാചിക്കുന്നു. നാഥാ കരുണയുണ്ടായി കേട്ട് ഉത്തരവരുമാറാണമേ. ആമേൻ.